അങ്ങനെ വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. 21 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തത്. ഇനിയിപ്പോൾ ഗവർണറുടെ വസതിയിൽ ചായ സൽക്കാരം, അതിനുശേഷം ആദ്യ മന്ത്രിസഭായോഗം. ആ മന്ത്രിസഭായോഗത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതറിയാൻ കാത്തിരിക്കുകയാണ്. ജനസാഗരത്തെ സാക്ഷി ആക്കിയായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. പുലർച്ചെ മുതൽ തന്നെ സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം വിശദാംശങ്ങളുമായുണ്ട്. ഹാഷ്മി, അങ്ങനെ വലിയ കരഘോഷത്തോടെയും വലിയ ആവേശത്തോടെയും ഒക്കെയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉടനീളം നമ്മൾ കണ്ടത് അണികളുടെ ആവേശമാണ്. ഒപ്പം തന്നെ എല്ലാവരുടെയും ഒരു നിറസാന്നിധ്യം ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഇതിനു മുൻപ് കാണാത്ത തരത്തിലേക്കുള്ളൊരു കാഴ്ചയാണ് ഇത്തവണ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടത്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത? നമുക്കറിയാം ചായ സൽക്കാരം, അതിലേറ്റവും പ്രധാനം ഇനി നടക്കാനിരിക്കുന്ന ആദ്യ മന്ത്രിസഭായോഗം തന്നെയാണ്. ഉറപ്പായും അനുജ, നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ച തന്നെയാണെന്ന് പറഞ്ഞത് ശരിയാണ്. അത് ഈ പറഞ്ഞ വലിയ മാരകമായ വലിയ ജനസഞ്ചയമാണെങ്കിൽ കൂടിയും വേദിയിൽ എല്ലാവരുടെയും സാന്നിധ്യമാണെങ്കിൽ കൂടിയും ഇതുവരെ കാണാത്ത പുതിയ ഒരു പോസിറ്റീവ് കാഴ്ചയ്ക്ക് ഇന്ന് തുടക്കമിട്ടു വന്ന കാര്യത്തിൽ തർക്കമാക്കാര്യത്തിലില്ല. ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, എല്ലാ മന്ത്രിമാരും മടങ്ങാണ്. ഇപ്പോഴും ഇവിടെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര രീതിയിലുള്ള വലിയ ജനസഞ്ചയം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിനകത്തുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പോകുന്ന വഴിയാണെങ്കിൽ കൂടിയും മന്ത്രിമാരൊക്കെ മടങ്ങുകയാണ്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി, ഇനിയിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം കാറിൽ മടങ്ങി. അപ്പോഴും ഇവിടെ വലിയ കരഘോഷങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ പോയത് CP ജോണാണ്. ഗവർണർ അതിനു മുന്നേ ആദ്യം പോയി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സ്പീക്കർ ശംസർ അടക്കമുള്ള പോയി. ഓരോരുത്തരായി ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലോക്ഭവനിലേക്ക് പോകുന്നു. ഇനിയും ഇന്നത്തെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗമാണ്. ഇന്നത്തെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗാണ് ഏറ്റവും നിർണായകം. അതിൽ ഈ സർക്കാരിന്റെ ദിശാസൂചകമായ ചില പ്രഖ്യാപനങ്ങൾ, വഴിവിളക്കളായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. അതിപ്പോൾ ആശമാരുടെ വേതന വർധനവ് ഒക്കെ ഓൾറെഡി തീരുമാനമായതാണെന്ന് പറയപ്പെടുന്നത്. എത്രത്തോളം കൂട്ടുമെന്ന് അറിയില്ല. പക്ഷേ അതല്ലാതെ നമ്മൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ വി ഡി സതീശൻ നേരത്തെയുള്ള പല വീക്ഷണങ്ങൾ പ്രകടമാക്കുന്ന നിരീക്ഷണങ്ങൾ പോലെയുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നു. ഇന്ധന സെസ് അധികമായി ഏർപ്പെടുത്തിയതിൽ ഒരു പങ്ക് കുറച്ചേക്കും എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ക്യാബിനറ്റ് തന്നെ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ക്യാബിനറ്റ് തന്നെയാണ്. മുഖ്യമന്ത്രി മന്ത്രിമാർ അവരുടെ ഓഫീസുകളിലേക്ക് പോകുന്നുണ്ട്. ഓഫീസിന്റെ ചാർജ് എടുത്തതിന് ശേഷം ഈ പറയുന്ന ആദ്യ മന്ത്രിസഭാ യോഗം, ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്ന് പക്ഷേ മന്ത്രിസഭാ യോഗം വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനം അടക്കമുണ്ടാകും. നേരത്തെ ഈ മന്ത്രിസഭാ യോഗം വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർത്തലാക്കിയതാണ്. അങ്ങനെ വാർത്താ സമ്മേളനം ചില വാർത്താക്കുറിപ്പിലൂടെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വരുന്നതാണ്. അത് പക്ഷേ കാലാകാലങ്ങളുള്ള ശീലമായിരുന്നു. പോയ 10 വർഷമാണ്. പോയ 10 വർഷമല്ല, പോയ 8 വർഷങ്ങളാണ് മന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിച്ച വാർത്താ സമ്മേളനങ്ങൾ ആഴ്ചയ്ക്ക് ഇല്ലാതെ പോയത്. അതടക്കം തിരികെ വരുമോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി വേണം. എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റേഡിയത്തിന് പുറത്ത്, ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്ത് ഇപ്പോഴും വലിയ ആവേശം അങ്ങനെ നിൽക്കുന്നു. വലിയ തിരക്ക്. നമ്മൾ രാവിലെ വരുമ്പോൾ മുതൽ തന്നെ ഇവിടെ അത്രത്തോളം ജനസഞ്ചയം ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഓരോ ചെറിയ അരുവികൾ എന്ന കണക്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരു മനുഷ്യ മഹാസമുദ്രമായ കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഇത്രത്തോളം ആളുകൾ അതിന്റെ ഫുൾ കപ്പാസിറ്റിക്ക് പുറത്തേക്ക് ആളുകൾ വന്ന മറ്റൊരു പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ഇത്രത്തോളം കൂടിയ മറ്റൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് നമ്മുടെ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ കാര്യം അത്രയധികം ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങൾ തടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും ഓരോരോ മന്ത്രിമാർ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ മടങ്ങിപ്പോയപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരടക്കം ഇപ്പോൾ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മേഖലയിലൊക്കെ തിരക്ക് പൂർണ്ണമായി ഒഴിഞ്ഞു മാറണം. ഇനിയും ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കും. അത്രയധികം ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. കാര്യം 10 വർഷത്തെ അല്ലേ വലിയ ആവേശ നമ്മളാകെ ടെൻഷനിലായിരുന്നു 10 വർഷമായിട്ട്. ഇപ്പൊ 10 വർഷത്തെ ആവേശത്തിന് ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാർ നയിച്ച അതേ പാതയിലൂടെ VDS നയിക്കും. സാധാരണ ജനങ്ങൾക്ക് താങ്ങും തണലുമായി VDS എന്തുമുണ്ടാവും. കേരളത്തിലൊരു മാറ്റം വരും. അത് VD സതീശനിലൂടെ കേരള ജനതയുടെ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഭീകരതയിൽ നിന്നൊരു മോചനം ലഭിച്ചിരിക്കുന്നു. അതാണ് ജനങ്ങളാണ്. ഇനി വിസ്മയങ്ങളുടെ വസന്തകാലമാണ്. ജനകീയ ഗവൺമെന്റ് വന്നിരിക്കുന്നത്. എന്താ പ്രതീക്ഷ? അപ്പൊ എന്തായാലും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് 15 വർഷം മുമ്പ് പറയാനുള്ളൂ, ടീം UDFന്റെ വിജയം 5 വർഷം, അത് കഴിഞ്ഞാൽ തുടർ ഭരണം ഉണ്ടാവും. 10 വർഷം. 10 വർഷം. വയനാട്ടിൽ നിന്നാണ്
വികസിത ഹരിതപൂർണമായ ഭരണം. ഓക്കെ, അപ്പോൾ ഗംഭീരമായ ഭരണം കാഴ്ചവെക്കുമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന UDF പ്രവർത്തകരുടെ പ്രതീക്ഷ. അത് മാത്രമല്ല കേരളത്തിന്റെ പ്രതീക്ഷ അതുതന്നെയാണ്. ഇനിയിപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് എത്രത്തോളം ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് എത്രത്തോളം ഉയരാൻ കഴിയുന്നു സർക്കാർ എന്നുള്ളത് വരും ദിവസങ്ങളിൽ സർക്കാർ കഴിയും. അതിനിടയിലും ഈ പറഞ്ഞ കോഴിക്കോട്ട് നിന്ന് വന്ന കുറേയധികം ആളുകൾ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു മന്ത്രിയില്ല എന്നുള്ള കാര്യം വളരെ പ്രതിഷേധത്തോടെയും ദുഃഖത്തോടെയും നമ്മളോട് പറയുന്ന സാഹചര്യം. അതിനുശേഷം സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് അവർ നമ്മളോട് രോഷം പ്രകടമാക്കിയതിനു ശേഷം അവരകത്തേക്ക് കയറിയെങ്കിലും കോഴിക്കോടിന് മന്ത്രിയില്ല എന്നുള്ള കാര്യം കോഴിക്കോട്ടുകാരുടെ വേദനയായി ദുഃഖമായി സങ്കടമായി അവർ ഒന്നല്ല പല ആളുകൾ പറഞ്ഞു. അതോടൊപ്പം തൃത്താലയിൽ നിന്ന് ഒരു സംഘം ആളുകൾ വന്നു. ബൽറാമിന് മന്ത്രിസ്ഥാനം കിട്ടാത്തതിലുള്ള വിഷമവും സങ്കടമൊക്കെ പങ്കുവച്ചു. കാസർഗോഡ് നിന്ന് വന്ന ആളുകൾ കാസർഗോഡ് മന്ത്രിയില്ലെന്ന് മാത്രമല്ല AKM അഷ്റഫിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിലുള്ള രോഷം ലീഗിനോട് പങ്കുവച്ചു. അങ്ങനെ ഈ പറയുന്ന മന്ത്രിസ്ഥാനം കിട്ടിയവരുടെ ആശ്വാസം കിട്ടാത്തവരുടെ അല്ലെങ്കിൽ കിട്ടാത്തവർക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ജില്ലക്കാരുടെയൊക്കെ രോഷവും സങ്കടം കൂടി ഈ ദിവസം കണ്ടു. പക്ഷേ അതൊരു പ്രകടമായ രോഷത്തിലേക്കോ പ്രകടമായ പൊട്ടിത്തെറിയിലേക്കോ പോയില്ല എന്നതുകൂടി നോക്കിക്കാണണം. ഇനി പ്രധാനമായും ഈ പറയുന്ന ക്യാബിനറ്റ് തീരുമാനങ്ങൾ എന്നത് പ്രധാനമാണ്. അത് ഈ KSRTC മുൻ സ്പീക്കർ AN ഷംസീർ ഇപ്പോഴാണ് പോകുന്നത്. മുൻ സ്പീക്കർ AN ഷംസീർ അടക്കം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ സ്പീക്കർ AN ഷംസീറുമായിരുന്നു ഇടതു ക്യാമ്പിൽ നിന്നും ഈ സത്യപ്രതിജ്ഞയിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട അവർ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കാഴ്ച നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നടാടെയാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാക്കൾ കൂടി വേദിയിലിരിക്കവേ ആ സത്യപ്രതിജ്ഞ നടക്കുന്ന കാഴ്ച അത് നല്ലൊരു മാതൃകയുമാണ്. അതിനിയും അത് കീഴ്വഴക്കമായി കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു മാതൃകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.